So hi all, good morning. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് മെത്തേഡ്സ് ഓഫ് മെഷർമെന്റ് ഓഫ് നാഷണൽ ഇൻകം ആണ്. ഇപ്പൊ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ദേശീയ വരുമാനം അല്ലെ. ഒരു രാജ്യത്തിന് തങ്ങളുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന വരുമാനത്തിനെയാണ് ബേസിക്കലി നമ്മൾ എന്തായിട്ട് പറയുന്നത്, നാഷണൽ ഇൻകം എന്നുള്ളതായിട്ട് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. നാഷണൽ ഇൻകത്തിനെ ജനറലി റെപ്രസെന്റ് ചെയ്യുന്നതാണ് NNP-FC എന്ന് പറയുന്നത്, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് നമ്മൾ ജനറലി നോക്കുന്ന എന്താ വെച്ചാൽ നമ്മുടെ രാജ്യത്തിന് ഏതെല്ലാം സ്രോതസ്സിലൂടെയാണ് വരുമാനം കിട്ടുന്നത്, നമ്മുടെ രാജ്യത്ത് എത്ര പൊട്ടൻഷ്യാലിറ്റി ആണ് ഉള്ളത്, എങ്ങനെയാണ് എക്കണോമിക് ഡെവലപ്മെന്റ്, വളരെ പുരോഗിതമായിട്ടുള്ള ഒരു രാജ്യമാണോ അതോ എന്തെങ്കിലും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സ്കെനാരിയോയിലൂടെയാണോ നമ്മുടെ എക്കണോമി പാസ് ചെയ്യുന്നത് മുതലായ കാര്യങ്ങളെ കുറിച്ച്, നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്ത്, ഇതിനെ കുറിച്ചെല്ലാം അറിയാൻ വേണ്ടിയാണ് ജനറലി നമ്മൾ എന്ത് സഹായിക്കുന്നത്, നാഷണൽ ഇൻകം എന്ന് പറയുന്നത് സഹായിക്കുന്നത്. അപ്പൊ നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത് തന്നെ NNP-FC എന്ന് പറയുന്ന ഫോമാറ്റിലാണ്. അപ്പൊ നിങ്ങൾ അതിന്റെ ബേസിക്സ് ഒക്കെ പഠിച്ചതാണ്. നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനായിട്ടുള്ളത് ഇതിന്റെ എസ്റ്റിമേഷൻ ആണ്. അപ്പൊ ഇതിന്റെ എസ്റ്റിമേഷൻ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് ഫോർമുലകൾ ഉണ്ട് നാഷണൽ ഇൻകത്തില്. പക്ഷെ നാഷണൽ ഇൻകത്തിന്റെ ഈ ഫോർമുലകൾ എല്ലാം ഇരുന്ന് പഠിക്കാതെ നമുക്ക് മൂന്ന് കാര്യങ്ങൾ പഠിച്ചു വെക്കാം. അപ്പൊ ആദ്യം എന്നോടൊപ്പം തന്നെ ഈ ഞാൻ എഴുതുന്ന ഈ ഒരു കമ്പോണന്റ് ഒന്ന് എഴുതുക. ജിയുടെ മുകളിൽ ടിക്കിടുക, എന്നിന്റെ മുകളിൽ ടിക്കിടുക, എമ്മിന്റെ മുകളിൽ ടിക്കിടുക. ജി എന്ന് പറഞ്ഞാൽ ഗ്രോസ്, N എന്ന് പറഞ്ഞാൽ നെറ്റ്, D എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക്, N എന്ന് പറയാം. ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ DO എന്നും NA എന്നും കൂടി ആക്കാം. അപ്പൊ നമുക്ക് ആ കൺഫ്യൂഷൻ മാറി. NA എന്ന് പറഞ്ഞാൽ നാഷണൽ, M എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ്, F എന്ന് പറഞ്ഞാൽ ഫാക്ടർ കോസ്റ്റ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടത്തെ D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്രിസിയേഷൻ. ഇത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്, NFIA എന്ന് പറഞ്ഞ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. NIT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. NIT എന്ന് പറഞ്ഞാൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, ദാറ്റ് ഈസ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡീസ്. ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡിനെയാണ് നമ്മൾ ജനറലി എന്തായിട്ട് പറയുന്നത്, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നുള്ളതായിട്ട് പറയുന്നത്. സോ ഇത്രയും നമ്മൾ പഠിച്ചു വെച്ചു. ഇനി നമ്മൾ ഇതെന്താണ് കോൺസെപ്റ്റ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ എസ്റ്റിമേഷൻ ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിന്റെ ഒരു റെപ്രസെന്റേഷൻ മാക്രോയിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. നമുക്ക് തന്നിരിക്കുന്നത് GNP-MP is equal to, എല്ലാം ക്രോറിലാണ് കേട്ടോ, 15,000. ഡിപ്രിസിയേഷൻ വേറൊരു പേരുണ്ട്, കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. ഡിപ്രിസിയേഷന്റെ വേറൊരു പേരാണ് കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ, 1000 ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് 500 ആണ്. സബ്സിഡീസ് എന്ന് പറയുന്നത് 150 ആണ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറയുന്നത് 650 ആണ്. സോ ഇവിടെ കണ്ടുപിടിക്കേണ്ട എന്താ വെച്ചാൽ, ദ വെരി ഫസ്റ്റ് വൺ യു ഹാവ് ടു ഫൈൻഡ് NNP-MP. സോ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബൈ ഹാർട്ട് പഠിച്ചു വെക്കൂ അല്ലെ. ബട്ട് ഇനി നമുക്ക് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യം ഇത് ചിലപ്പം കേൾക്കുമ്പം കുറച്ച് നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയി തോന്നിയേക്കാം, എങ്കിലും ലോങ് റണ്ണിൽ ഇത് നിങ്ങൾക്ക് ഭയങ്കര അധികം യൂസ്ഫുൾ ആയിരിക്കും. സോ ഇവിടെ നമ്മള് NNP-MP. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് ചോദ്യത്തിൽ ഈ NNP, GDP അങ്ങനെയുള്ള എന്തെങ്കിലും തന്നിട്ടുണ്ടോന്ന്. കാരണം അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇവിടെ തന്നിട്ടുണ്ട് GNP-MP. സോ നമ്മളിവിടെ GNP-MP എന്ന് പറഞ്ഞ് നമ്മളിവിടെ എഴുതിയില്ലേ. അടുത്ത ഇനി നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരോ ആൽഫബറ്റുകളുടെ വ്യത്യസ്തത നോക്കാം.
N, G. യെസ്, എന്നും ജിയും തമ്മിൽ വ്യത്യസ്തത ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യത്തേതാണ് ഈ ഒരു കോമ്പോണന്റ് ആണ് നമ്മൾ അവിടെ എടുക്കുന്നത്. സോ എന്നും ജിയും വന്നാൽ അവിടെ ഏതാ അഡ്ജസ്റ്റ്മെന്റ് ഫാക്ടർ? അഡ്ജസ്റ്റ്മെന്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഈക്വൽ ടൂന് ഇപ്പുറത്തുള്ള ഡിപ്രിസിയേഷൻ, NFIA, NIT ഇതിനെല്ലാമാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ഫാക്ടർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ഡി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ എന്നുള്ളത് എഴുതി. ഇനി ജിയുടെ മുകളിലാണ് ഞാൻ ടിക്ക് ഇട്ടത്. എന്താ മുകളിൽ ടിക്ക് ഇടുക? ഏത് ആൽഫബറ്റിന്റെ മുകളിലാണോ ടിക്ക് ചെയ്തിരിക്കുന്നത് അത് വലുതാണെന്നാണ് അർത്ഥം. അതായത് ജിയും എന്നും നോക്കുമ്പോൾ ജി വലുതാണെന്നാണ് അർത്ഥം. ഡിഒയും എന്നെയും നോക്കുമ്പോൾ എന്നെ വലുതാണെന്നാണ് അർത്ഥം. എമ്മും എഫും നോക്കുമ്പോൾ എം ആണ് വലുത് എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ ജിയും എന്നും നോക്കുമ്പോൾ ജി ആണ് വലുത്. ഇവിടെ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ചെറുതാണ്. സോ ഞാൻ ഇവിടെ മൈനസ് ചെയ്യും. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ വലുതായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ പ്ലസ് ചെയ്തേനെ. കണ്ടുപിടിക്കേണ്ടത് എനിക്ക് ചെറുതാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ മൈനസ് ഇട്ടു. സോ GNP MP എന്ന് പറയുന്നത് ഇവിടെ 15,000 ആണ്. ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 1000 ആണ്. സോ ഒബ്വിയസ്ലി ആൻസർ എന്ന് പറയുന്നത് 14,000 crore ആണ്. ഫോർമുല പഠിക്കാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റി? അതിന്റെ ഉത്തരത്തിലേക്ക് എത്താനായി സാധിച്ചു. ക്ലിയർ ആണോ? എല്ലാവരും പറയണം ക്ലിയർ ആണോ എന്നുള്ളത്. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ സെയിം പാറ്റേൺ തന്നെ, വളരെ ഈസി ആയിട്ട് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്. യു ഹാവ് ടു ഫൈൻഡ് NNPFC. സോ ഇവിടെ നമ്മൾ എപ്പോഴും ഒരു ആൽഫബറ്റിന്റെ വ്യത്യസ്തത വെച്ച് ചെയ്യുന്നതാണ് ഉചിതം. ഇവിടെ നമുക്ക് NNP MP തന്നിട്ടുണ്ട്. സോ വിച്ച് ഇസ് ദ ആൽഫബറ്റ് ദാറ്റ് ഇസ് ഡിഫറെന്റ്? ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള ആൽഫബറ്റ് ഏതാണ്? എഫ് ഉണ്ട്, എം ഉണ്ട്. വിച്ച് ഇസ് ദ ആൽഫബറ്റ് ദാറ്റ് ഇസ് ഡിഫറെന്റ്? ദ ആൽഫബറ്റ് വിച്ച് ഇസ് ഡിഫറെന്റ് ഈസ് ഏതാണ്? ഏത് ആൽഫബറ്റ് ആണ്? എഫും എമ്മുമാണ് വ്യത്യസ്തമായിട്ടുള്ളത് അല്ലെ? കാരണം ഇവിടെ N സെയിം, N സെയിം, P സെയിം, FC MP. സോ എഫ് ആൻഡ് എം ഡിഫറെന്റ് ആണ്. സോ എഫും എമ്മും വരുമ്പോൾ വിച്ച് ഇസ് ദ അഡ്ജസ്റ്റ്മെന്റ് ഫാക്ടർ? ഇറ്റ് ഈസ് NIT. സോ ഇവിടെ എനിക്ക് ചെറുതാണോ വലുതാണോ കണ്ടുപിടിക്കേണ്ടത്? എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ചെറുതാണ് അല്ലെ? കാരണം ഇവിടെ എമ്മിന്റെ മുകളിലാണ് ടിക്കറ്റ് വെച്ചിരിക്കുന്നത്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ചെറുതാണ്. സോ വാട്ട് ഐ ഷുഡ് പുട്ട് ഹിയർ? മൈനസ് ഇടണോ പ്ലസ് ഇടണോ? എനിക്ക് കണ്ടുപിടിക്കേണ്ടത് കുഞ്ഞിയാണ്. സോ ഞാൻ ഇവിടെ മൈനസ് ആണോ ഇടേണ്ടത് പ്ലസ് ആണോ ഇടേണ്ടത്? എന്താ ഇടേണ്ടത്? മൈനസ് ആണോ പ്ലസ് ആണോ? മൈനസ് ആണോ പ്ലസ് ആണോ? മൈനസ്. സോ NNP MP എന്ന് പറയുമ്പോ 14,000 മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട് ടാക്സ് മൈനസ് സബ്സിഡി ആണ്. സോ 14,000 minus indirect tax is 500 minus subsidy is 150. 14,000 minus, so when you go for this, you'll get it as 350 and the answer will be 13650 crore. So it is clear. അടുത്ത ഏരിയയിലേക്ക് പോകണം. അടുത്ത ഫൗണ്ട് ചെയ്യേണ്ട നമുക്ക് NDPFC ആണ്. NDPFC ഞാൻ ഇവിടെ വീണ്ടും അതൊന്ന് എഴുതി തരാം. GN ഈക്വൽസ് DE ആണ്, DONA ഈക്വൽസ് NFIA ആണ്, then MF ഈക്വൽസ് NIT ആണ്. സോ നമ്മൾ ടിക്കറ്റ് ഇവിടെ ടിക്കറ്റ് ആൻഡ് ഇവിടെയും ടിക്കറ്റ്. സോ വെൻ യു ഗോ ഫോർ ദിസ്, നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഫിഗേഴ്സ് NNP MP നമുക്ക് കണ്ടുപിടിക്കാം. വൈ NNP MP ചോദിച്ചാൽ അപ്പോൾ ഒരു ആൽഫബറ്റ് അല്ലേ മാറുന്നുള്ളൂ. കാരണം NNP MP നമുക്ക് ഇവിടെ ഓൾറെഡി 14,000 കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഒരു ആൽഫബറ്റ് മാറുന്നത് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് 14,000 ആയിട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സോ നമ്മൾ ഓരോ ആൽഫബറ്റ്സ് ആയിട്ടാണ് നമ്മൾ ഇവിടെ എടുക്കാനായി പോണേ. ഇവിടെ ആണെങ്കിൽ 2 ആൽഫബറ്റ്സിന്റെ വ്യത്യാസം വരുന്നുണ്ട്. സോ N ആൻഡ് N നോ ഡിഫറൻസ്. DN എന്ന് പറയുമ്പോൾ ഏതാ വരിക? നടുവിലാണ് DU N വരുന്നത് അല്ലെ? സോ ഇറ്റ് ഇസ് ഡൊമസ്റ്റിക് ആൻഡ് നാഷണൽ. അഡ്ജസ്റ്റ്മെന്റ് ഫാക്ടർ NFIA. NFIA എഴുതി. ഇനി അടുത്തത് എഫും എമ്മും. അപ്പൊ എഫും എമ്മും വരുമ്പം NIT. ഇനി
ഡി ആണോ വലുത്? ഓരോ ആൽഫബറ്റ് ആയി നോക്കാം. ഡിയും എന്നും നോക്കുമ്പോൾ ഡി ആണോ വലുത്, എൻ ആണോ വലുത്? നമുക്ക് ഇവിടെ എൻ ആണ് വലുത്, ഡി കുഞ്ഞിയാ, അപ്പൊ ഞാൻ അവിടെ മൈനസ് ഇട്ടു. ഇനി എഫ് ഉണ്ട്, എം ഉണ്ട് അല്ലെ. നമുക്ക് എഫ് എം വരുമ്പോ എഫ് ചെറുതാ, അപ്പൊ നമ്മൾ മൈനസ് ഇട്ടു. സോ NNP MP എന്ന് പറയുമ്പോ 14,000 ആണ്. NFIA നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം ആണ്. നെറ്റ് ഫാക്ടർ ഇൻകം ടു അബ്രോഡ് ഉണ്ട്. ഈ ടു അബ്രോഡ് വരുന്ന സമയത്ത് നമ്മൾ അവിടെ മൈനസ് ആയിരിക്കും ഇടുന്നത്. പക്ഷെ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രം അബ്രോഡ് ആണ്, വിദേശത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതാണ്. സോ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക, അതിന്റെ വാല്യൂ പ്ലസ് ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഫിഗറിൽ അത് 650 എന്നാണ് തന്നിട്ടുള്ളത്. നമ്മൾ അതിനെ 650 എന്ന് തന്നെ ഇട്ടു. മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം 14,000 നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി മൈനസ് 650 നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് NNP MP എന്ന് പറയുന്നത് NNP MP 14,000, NFIA എന്ന് പറയുന്നത് 650 ആണ്. NIP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്ട് ടാക്സ് മൈനസ് സബ്സിഡി 350 ആണ്. നമ്മളിത് റെഡ്യൂസ് ചെയ്യാൻ പോവാണ്. നമ്മളിത് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് we have 14,000 minus 650 minus 350. So I'll get the answer as 13,000. So ഇവിടെ നമ്മൾ ഫോർമുല ഒന്നും പഠിച്ചിട്ടില്ല, ജസ്റ്റ് നമ്മൾ ഈ ഒരു നൊട്ടേഷൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇത് വെച്ചിട്ട് we went for the application. Am I clear? Clear for all? Clear? Is that clear for all? Clear for all? ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് GDP ഡിഫ്ലേറ്ററിനെ കുറിച്ചാണ്. നമുക്ക് അറിയണം GDP ട്രെൻഡില് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു പോസ്റ്റുലേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. ഇപ്പൊ GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ GDPയുടെ ട്രെൻഡ്സിനാണ് നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നോമിനൽ GDP ബൈ റിയൽ GDP ഇൻറ്റു 100 ആണ്. നോമിനൽ GDP ബൈ റിയൽ GDP ഇൻറ്റു 100 ആണ്. നമുക്ക് അറിയണം നമ്മുടെ എക്കണോമിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ GDP കമ്പയർ ടു എ പെർട്ടിക്കുലർ ഇയർ, അപ്പൊ 2020 ആണെങ്കിൽ 2020നെ 2021മായി നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇസ് ദയർ എനി ഡിഫറൻസ് എന്നുള്ളത് നമ്മൾ സ്വാപ്പ് ചെയ്യാനും അനലൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് GDP ഡിഫ്ലേറ്റർ ഉപയോഗിക്കുന്നത്. കാരണം ട്രെൻഡ് ഇസ് വെരി ഇമ്പോർട്ടന്റ് അല്ലെ. ആ ട്രെൻഡിന് നമ്മൾ അനുസരിച്ചിട്ട് നമുക്ക് അറിയണം. ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ രാജ്യത്ത് വളരെ വീക്ക് ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ ആണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നമുക്ക് ഏത് സെക്ടറാണ്, വി ഹാവ് മെനി സെക്ടേഴ്സ് അല്ലെ, അപ്പൊ ആ സെക്ടേഴ്സിൽ ഏത് സെക്ടറിലാണ് നമ്മൾ വളരെ വീക്ക് ആയിട്ടുള്ളത്, ഏത് സെക്ടറിനാണ് പൊട്ടൻഷ്യാലിറ്റി ആവശ്യമായിട്ടുള്ളത്, സോ ഓൾ ദോസ് തിങ്സ് ആർ വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ റിയൽ GDP ഇസ് ഈക്വൽ ടു നോമിനൽ GDP ബൈ റിയൽ GDP ഇൻറ്റു 100 ആണ് വരുന്നത് GDP ഡിഫ്ലേറ്റർ. സോ ഇവിടെ നോമിനൽ GDP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് ഇയറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കറണ്ട് ഇയർ ആണ് നോമിനൽ GDP. ബേസ് ഇയർ ആണ് റിയൽ GDP. അതായത് ഇപ്പൊ നമ്മൾ 2001നെ 2000 വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2001 എന്ന് പറയുന്നതാണ് നോമിനൽ GDP. അതായത് കറണ്ട് ആയിട്ടുള്ള ഒരു ഫിഗർ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബേസിക്കലി എന്തായിട്ട് പറയുന്നത്, നോമിനൽ GDP എന്നുള്ള നൊട്ടേഷൻ വെച്ചിട്ട് പറയുന്നത്. നേരെ മറിച്ച് റിയൽ GDP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതായത് നമുക്കൊരു അടിസ്ഥാന വർഷം കാണും, അല്ലെങ്കിൽ ഒരു അടിസ്ഥാന കോൺസെപ്റ്റ് കാണും. അതിന്റെ ബേസിസിലാണ് നമ്മൾ ജനറലി എന്ത് ചെയ്യുന്നത്, ഇവിടെ കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നത്. സോ കറണ്ട് ഇയർ ആണെങ്കിൽ നോമിനൽ GDPയും ബേസ് ഇയർ ആണെങ്കിൽ റിയൽ GDPക്കുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് പറയാണ് നോമിനൽ GDP is given as 10,000, real GDP is given as 5,000. So what is the rate of growth എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ, GDP ഡിഫ്ലേറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി സിമ്പിൾ. ഒന്നുമില്ല, അതിന്റെ അകത്ത് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, ജസ്റ്റ് വി ആർ ഗോയിങ് ഫോർ ദ കമ്പ്യൂട്ടേഷണൽ പ്രോസസ്. ഇനി നാഷണൽ ഇൻകം എസ്റ്റിമേഷന്റെ ഏരിയയിലേക്ക് കടക്കുന്ന സമയത്ത് നാഷണൽ ഇൻകത്തില് നമ്മൾ എല്ലാ ഐറ്റംസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യില്ല. നാഷണൽ ഇൻകത്തില് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഐറ്റംസ് പഠിക്കണം എന്നില്ല, എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഐറ്റം രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ട്. അതിൽ ഒന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിക്സഡ് അസറ്റ്സിന്റെ മെയിൻറ്റെനൻസ് നമ്മൾ എന്ത് ചെയ്യാറില്ല,
അവിടെ കമ്പ്യൂട്ട് ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫിക്സ്ഡ് അസറ്റ് വാങ്ങിയപ്പോ തന്നെ അതിന്റെ എക്സ്പെൻഡിച്ചർ എത്രയാണോ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ പിന്നെ വീണ്ടും ഒരു കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് അവിടെ ആവശ്യമില്ല. അതുപോലെ തന്നെ പർച്ചേസ് ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ, പണ്ട് നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ട് കുറെ കോമ്പോണൻസ് ആവശ്യമാണ്, ലേബർ, റോ മെറ്റീരിയൽസ്, ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമാണ്. ഇന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ട വെച്ചാൽ ഈ ഇന്റർമീഡിയറ്റ് ഫാക്ടേഴ്സ് ഒന്നും തന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അടുത്തത് ഫെസ്റ്റിവൽ ഗിഫ്റ്റ്സ് നമുക്ക് ആവശ്യമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫെസ്റ്റിവൽ ഗിഫ്റ്റ്സ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ലൈക്ക് വാട്ട് ഇറ്റ് ക്യാൻ ബി കാറ്റഗറൈസ് ടു ട്രാൻസ്ഫർ പേയ്മെന്റ് പോലെയാണ്. അപ്പൊ അവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു കമ്പോണന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് റെക്കോർഡിക്കലി നമ്മൾ എൻ്റർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അടുത്ത നമ്മൾ ലോൺ ഇൻസ്റ്റാൾമെന്റ്, ലോണൊക്കെ നമ്മൾ പോസ്റ്റ്ലേറ്റ് ചെയ്യാം. നമ്മൾ ലോണൊക്കെ അടയ്ക്കുന്ന സമയത്ത് ബേസിക്കലി എന്താ അതിന്റെ ഇൻസ്റ്റാൾമെന്റ് കോസ്റ്റ് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യില്ല, ഇതിന്റെ അകത്ത് എസ്പെഷ്യലി ഫോർ മാരേജ് പർപ്പസ് ആണ്, മാരേജ് പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ലോൺ ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യം, അതായത് നമ്മളുടെ നാഷണൽ ഇൻകത്തിൽ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മൾ ഒരു പെൺകുട്ടിയുടെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തിയ ചെലവ്, ആ ചെലവും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ നാഷണൽ ഇൻകത്തിൽ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ ചോദിക്കും എന്തൊക്കെ നമ്മൾ നാഷണൽ ഇൻകത്തിൽ എൻ്റർ ചെയ്യണ്ട എന്ന് ചോദിച്ചിട്ട്. അതേപോലെ തന്നെ നമ്മൾ ലോട്ടറി, അതിന് നമ്മൾ വിൻഡ്ഫോൾ പ്രോഫിറ്റ് എന്നാണ് പറയുന്നത് അല്ലെ, അതായത് അപ്രതീക്ഷമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഇൻകത്തിനെയാണ് ഈ വിൻഡ്ഫോൾ പ്രോഫിറ്റ് എന്നുള്ളത് കൊണ്ട് പറയുന്നത്. അപ്പൊ ഈ വിൻഡ്ഫോൾ പ്രോഫിറ്റ്സും നമ്മൾ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മൾ ഷെയർസ്, അതേപോലെ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്, ഈ ഷെയർസ്, സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ട്രാൻസ്ഫർ പേയ്മെന്റ്സ് എന്ന് പറയുന്നതും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇത്രയും കൺസിഡറേഷൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നാഷണൽ ഇൻകം ഫാക്ടർ കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ നാഷണൽ ഇൻകം നമ്മൾ ഒരു രാജ്യത്തിൻ്റെത് വാല്യൂ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നാഷണൽ ഇൻകം നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത്രയും ഫാക്ടേഴ്സ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഇനി നാഷണൽ ഇൻകത്തിനെ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് 3 മെത്തേഡുകൾ ഉണ്ട്. പ്രൊഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ മെത്തേഡ്, then comes the income method, then comes the expenditure method. സോ വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ ഒരു നാഷണൽ ഇൻകം എന്ന് പറയുന്നത് തന്നെ. അപ്പൊ ഇതിന് ഫസ്റ്റ് മെത്തേഡിലേക്ക് നമുക്ക് കടക്കാം, പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വാല്യൂ മെത്തേഡ്. ഇതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, ആ സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എവറിത്തിങ് ബിക്കംസ് ഈസി. സോ ഫസ്റ്റ് വൺ എന്താ വെച്ചാൽ വി ഹാവ് ടു ഫൈൻഡ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. ആദ്യം നമ്മൾ കാണേണ്ടത് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ആണ്. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ സെയിൽസ് പ്ലസ് ചേഞ്ച് ഇൻ സ്റ്റോക്ക് ആണ്. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള വഴി സെയിൽസ് പ്ലസ് ചേഞ്ച് ഇൻ സ്റ്റോക്ക് ആണ്. സെക്കൻഡ് വൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ സ്റ്റോക്ക് ആണ്. ചേഞ്ച് ഇൻ സ്റ്റോക്ക് കണ്ടുപിടിക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. നെക്സ്റ്റ് ഇസ് വാല്യൂ ആഡഡ് കണ്ടുപിടിക്കാം. വാല്യൂ ആഡഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. ഈ 3 സ്റ്റെപ്പുകൾ മാത്രമാണ് പ്രൊഡക്റ്റ് വാല്യൂ മെത്തേഡ്സിൽ നമ്മൾ അതേ അറിയേണ്ടത്. ദ വെരി ഫസ്റ്റ് മെത്തേഡ് ഇസ് വാല്യൂ ആഡഡ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മെത്തേഡ്. വാല്യൂ ആഡഡ് മെത്തേഡിലേക്ക് നമ്മൾ ബേസിക്കലി പോകുന്ന സമയത്ത് അവിടെ വാല്യൂ ഓഫ് 3 സ്റ്റെപ്പ് ആണ്. ആദ്യം വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ സെയിൽസ് പ്ലസ് ചേഞ്ച് ഇൻ സ്റ്റോക്ക് ആണ്. സെക്കൻഡ് വൺ ഇസ് ചേഞ്ച് ഇൻ സ്റ്റോക്ക്. സപ്പോസ് നമുക്ക് ചിലപ്പം ഡയറക്റ്റ് ആയിട്ട് ചേഞ്ച് ഇൻ സ്റ്റോക്ക് തരില്ല, അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചേഞ്ച് ഇൻ സ്റ്റോക്ക് തരാത്ത സിറ്റുവേഷനിൽ യു ഹാവ് ടു ഫൈൻഡ് ചേഞ്ച് ഇൻ സ്റ്റോക്ക്. അപ്പൊ ചേഞ്ച് ഇൻ സ്റ്റോക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇറ്റ് ഇസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. സോ വാല്യൂ ആഡഡ് ഇസ് ഇക്വൽ ടു വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. സെയിൽസ്, ഇതിന്റെ തിയറി പാർട്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് മാക്രോയിലാണ് പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡ്സ് മാത്രമേ ഉള്ളൂ. പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് 400, import of raw material 100, subsidies 30, consumption of fixed capital. Consumption of fixed capital is otherwise called as depreciation. Change in stock, rent,
നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് 10. ഇത്രയുമാണ് നമുക്ക് ഏരിയ ഓഫ് കമ്പ്യൂട്ടേഷൻ ഉള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ടത് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ആണ്. നമ്മൾ സ്റ്റെപ്പ് വൈസ് നമ്മൾ ഒന്ന് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റെപ്പ് വൈസ് ആവശ്യമില്ല. അപ്പൊ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? സെയിൽസ് പ്ലസ് ചേഞ്ച് ഇൻ സ്റ്റോക്ക് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഞാൻ നോക്കുവാണ് ഇതിന്റെ അകത്ത് സെയിൽസ് തന്നിട്ടുണ്ടോ? യെസ്, സെയിൽസ് തന്നിട്ടുണ്ട് 800 പ്ലസ് ചേഞ്ച് ഇൻ സ്റ്റോക്ക് തന്നിട്ടുണ്ട് 50. സോ ദ ആൻസർ ഇസ് 850. ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ കാണേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ചേഞ്ച് ഇൻ സ്റ്റോക്ക് തന്നിട്ടില്ലായിരുന്നു എങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകുന്നത്. നമ്മൾ തേർഡ് സ്റ്റെപ്പിലേക്ക് പോവാണ്. വാല്യൂ ആഡഡ്. വാല്യൂ ആഡഡ് ഇസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. സോ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 850 ആണ്. ഇന്റർമീഡിയറ്റ് കൺസംഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി എന്താണ്? അതായത് നമ്മൾ നോർമൽ ആയിട്ട് ഈ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ്, ലേബർ മുതലായിട്ടുള്ള കോസ്റ്റുകളെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്? ഇന്റർമീഡിയറ്റ് കൺസംഷൻ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കോസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ബേസിക്കലി പറയും. അപ്പൊ ഇവിടെ നമ്മൾ ഇനി എന്ത് ചെയ്തു? അത് രണ്ടെണ്ണമാണ്. കാരണം റോ മെറ്റീരിയൽ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് ഉണ്ടാകുന്ന അപ്പൊ 500 നമ്മൾ കുറച്ചു 350. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? വാല്യൂ ആഡഡ് എന്ന് പറയുന്നതും അവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പം ഇത്രയുമാണ് നമ്മൾ ബേസിക് ആയിട്ട് എന്തില് വരുന്നത്? ഈ ഒരു വാല്യൂ ആഡഡ് മെത്തേഡ് ചെയ്യുന്ന സമയത്ത് വരുന്നത്. പക്ഷെ നമ്മളോട് പറയാണ് നാഷണൽ ഇൻകം കണ്ടുപിടിക്കാൻ. ഫൈൻഡ് ഔട്ട് നാഷണൽ ഇൻകം യൂസിങ് വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ തീർന്നിട്ടില്ല. നാഷണൽ ഇൻകത്തിന്റെ ഫോർമുല എന്താ? NNPFC ആണ് അല്ലെ? നമ്മള് വാല്യൂ ആഡഡ് മെത്തേഡ് ചെയ്യുമ്പോൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഓരോ തരത്തിലുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ നമ്മളിപ്പം ക്ലോത്ത് വാങ്ങുന്ന സമയത്ത് മീറ്റർ എന്ന് പറയുമ്പോൾ ഹൈറ്റ് ആകുമ്പം ഇങ്ങനെ പറയും, വെയിറ്റ് ആകുമ്പം ഇത്ര കിലോ എന്ന് പറയും. അതേപോലെ നമ്മൾ ഓരോ മെത്തേഡ് നമ്മൾ അവലംബിക്കുന്ന സമയത്തും അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഓരോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് ഉണ്ട്. സോ ഇത് നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് GDP MP ആണ്. GVA MP എന്നും പറയും, GDP MP എന്നും പറയും. നമുക്കിവിടെ GDP MP ആണ്. അതായത് വാല്യൂ ആഡഡ് മെത്തേഡ് ചെയ്യുമ്പോൾ ആ വാല്യൂ ആഡഡ് മെത്തേഡിന്റെ ആൻസർ എന്താന്ന് ചോദിച്ചാൽ ആ ആൻസർ റെപ്രസെന്റ് ചെയ്യുന്നത് GDP MP നെയാണ്. ഇനി ഞാൻ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് എഴുതും. DN ഈക്വൽസ് DE DO അതാണ് ഏറ്റവും ബേസ്. NFIA MF ഈക്വൽസ് NIT. ടിക്കറ്റു ടിക്കറ്റു ടിക്കറ്റ്. അപ്പൊ ഞാൻ ആൽഫബറ്റ്സ് നോക്കുക. ജിയും എന്നും വ്യത്യാസമുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് എന്താ? ഡിപ്രിസിയേഷൻ. വലുതാണോ ചെറുതാണോ? കുഞ്ഞിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ മൈനസ് ഇട്ടു. അടുത്തത് എന്നും ഡിയും വരുമ്പോ NFI. കണ്ടുപിടിക്കേണ്ടത് വലുതാണോ ചെറുതാണോ? വലുതാണ്. ഞാൻ ഇവിടെ പ്ലസ് ഇട്ടു. FM വരുമ്പോ NIT. കണ്ടുപിടിക്കേണ്ടത് ചെറുത്. സോ ഇവിടെ മൈനസ് ഇട്ടു. സോ GDP MP എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വരുന്നത് ഇതാ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 350 മൈനസ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ കൺസംഷൻ ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ 40. NFIA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 10. NIT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് NIT എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ഇൻഡയറക്റ്റ് ടാക്സ് തന്നിട്ടില്ല. സോ 0 മൈനസ് സബ്സിഡി മൈനസ് 30. അപ്പൊ ഇവിടെ മൈനസ് ഓഫ് മൈനസ് 30, അത് ബ്രാക്കറ്റിൽ ഞാൻ എഴുതുന്നു -30. ഇനി അടുത്തത് 350 മൈനസ് 40. ഇനി എന്ത് ചെയ്യുന്നു? 350 മൈനസ് 40 പ്ലസ് 10 മൈനസും മൈനസും അടുത്ത് വന്നു. സോ പ്ലസ് 30. സോ ഇനി നമ്മൾ ഇതിനെ ഒന്ന് കമ്പ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ ഇതിനെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 350 മൈനസ് 40 പ്ലസ് 10 പ്ലസ് 30. So the answer is 350 rupees. 350 crore ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. And this is your first method. ഈ മെത്തേഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ്. നാഷണൽ ഇൻകം വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഒന്നുമില്ല, വളരെ ഈസി ആയിട്ടുള്ളതാണ്. നമുക്ക് 2 മെത്തേഡ് കൂടെ കഴിഞ്ഞാൽ നാഷണൽ ഇൻകം ഇസ് ഫിനിഷ്ഡ്. ഓക്കെ, അപ്പൊ നാഷണൽ ഇൻകത്തില് നമുക്ക് 3 മെത്തേഡ്സ് ഉണ്ട്. പ്രൊഡക്റ്റ് മെത്തേഡ്, വാല്യൂ ആഡഡ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. സോ പ്രൊഡക്റ്റ് മെത്തേഡില് നമ്മൾ അതിനെ വാല്യൂ ആഡഡ് മെത്തേഡ് എന്നും വിളിക്കാറുണ്ട്. പ്രൊഡക്റ്റ് മെത്തേഡില് 3 സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ അതിനെ സോൾവ് ചെയ്യുന്നത്.
The very first method is value of output. Value of output കണ്ടുപിടിക്കാനുള്ള formula sales plus change in stock ആണ്. Change in stock കണ്ടുപിടിക്കാനുള്ള formula closing stock minus opening stock ആണ്. Value added എന്ന് പറയുന്നത് value of output minus intermediate consumption ആണ് വരും. Now let's move on to the second one. Second one എന്ന് പറയുന്നത് income method ആണ്. Income method ന്റെ ഏരിയയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ the very first stage is you have to find compensation of employees. അതായത് തൊഴിലാളികൾക്ക് കൊടുക്കുന്ന എല്ലാ ഇപ്പൊ വേജ് സാലറി അങ്ങനെ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തിലാ ഉൾപ്പെടുത്തുക കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് ആണ്. അപ്പൊ അതിൽ വരുന്നതാണ് വേജസ് ആൻഡ് സാലറീസ്, പിന്നെ സെക്കൻഡ് വൺ പേയ്മെന്റ് ഇൻ കൈൻഡ്, തേർഡ് വൺ employers contribution to social security scheme, pension on retirement. ഇതെല്ലാം കൂടി കൂടുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത് കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് വിളിക്കുന്നത്. സോ കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസിൽ എന്തൊക്കെ വരും വേജസ് ആൻഡ് സാലറീസ്, പേയ്മെന്റ് ഇൻ കൈൻഡ്, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു സോഷ്യൽ സെക്യൂരിറ്റി സ്കീം, പെൻഷൻ ഓൺ റിട്ടയർമെന്റ്. രണ്ടാമത്തെ സ്റ്റെപ്പ് യു ഹാവ് ടു ഫൈൻഡ് ഓപ്പറേറ്റിംഗ് സർപ്ലസ്. രണ്ടാമത്തെ സ്റ്റെപ്പ് യു ഹാവ് ടു ഫൈൻഡ് ഓപ്പറേറ്റിംഗ് സർപ്ലസ്. സോ അതിന്റെ അകത്ത് റെന്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, ഇത് മൂന്നുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആഡ് ചെയ്യേണ്ടത്. തേർഡ് വൺ ഇസ് മിക്സഡ് ഇൻകം ഓഫ് സെൽഫ് എംപ്ലോയിഡ്. അങ്ങനെ ഒരു കമ്പോണന്റ് കാണുകയാണെങ്കിൽ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ നാലാമത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ബേസിക്കലി കുറെ കാര്യങ്ങൾ, അതായത് നമ്മൾ പറഞ്ഞു ഓപ്പറേറ്റിംഗ് സർപ്ലസ് വന്ന റെന്റ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് പ്ലസ് റോയാലിറ്റി ഉണ്ടെങ്കിൽ റോയാലിറ്റി നമ്മൾ ഇവിടെ ആഡ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. റോയാലിറ്റി നമുക്ക് ഇവിടെ തരുവാണെങ്കിൽ നമ്മൾ റോയാലിറ്റിയും ഇതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ഇനി നമ്മൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പ്രോഫിറ്റ് അത് എക്സ്ട്രാ ആണ്, പ്രോഫിറ്റ് ഡയറക്റ്റ് ആയി തരില്ല. അപ്പൊ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് റീറ്റെയിൻഡ് ഏർണിംഗ്, മാറ്റി അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ടുള്ള ഇൻകം. റീറ്റെയിൻഡ് ഏർണിംഗ് പ്ലസ് ഡിവിഡൻഡ് പ്ലസ് കോർപ്പറേഷൻ ടാക്സ്, കോർപ്പറേഷൻ ടാക്സ്. സോ നമ്മൾ ഇവിടെ പറഞ്ഞു കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ വേജസ് ആൻഡ് സാലറി വരും, പേയ്മെന്റ് ഇൻ കൈൻഡ്, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു സോഷ്യൽ സെക്യൂരിറ്റി സ്കീം, പെൻഷൻ ഓൺ റിട്ടയർമെന്റ്. ഓപ്പറേറ്റിംഗ് സർപ്ലസ് ആകുമ്പോൾ റെന്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് പ്ലസ് റോയാലിറ്റി. ദെൻ കംസ് മിക്സഡ് ഇൻകം ഓഫ് സെൽഫ് എംപ്ലോയിഡ്. പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് റീറ്റെയിൻഡ് ഏർണിംഗ് പ്ലസ് ഡിവിഡൻഡ് പ്ലസ് കോർപ്പറേഷൻ ടാക്സ് ആണ് വരുന്നത്. സോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പറഞ്ഞാൽ വി ആർ ഗോയിങ് ടു സോൾവ് എ പർട്ടിക്കുലർ പ്രോബ്ലം. അപ്പൊ നമുക്ക് അതിനെ പറ്റിയിട്ട് ഒരു ബേസിക് ഐഡിയ കിട്ടും. സോ ദ ക്വസ്റ്റ്യൻ ഇസ് ആസ് സച്ച്. ഡിവിഡൻഡ് എല്ലാം തന്നെ ക്രോറിലാണ്. ഡിവിഡൻഡ് 60, then wages and salary 2000, social security scheme is 100, rent എന്ന് പറയുന്നത് it is 300, corporation tax എന്ന് പറയുന്നത് 30 ആണ്, retained earning എന്ന് പറയുന്നത് 10 ആണ്, interest എന്ന് പറയുന്നത് 300 ആണ്. So it's very simple to compute. ഇതിൽ നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഇത് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ആദ്യം നമ്മൾ കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് കാണുന്നു. വേജസ് ആൻഡ് സാലറീസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് വേജസ് ആൻഡ് സാലറീസ് തന്നിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെ അതിന് 2000 എടുത്തു. അടുത്ത നമ്മൾ എടുക്കുന്നത് ഇവിടെ ഒന്ന് ടിക്ക് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് പേയ്മെന്റ് ഇൻ കൈൻഡ്. പേയ്മെന്റ് ഇൻ കൈൻഡ് നമുക്ക് തന്നിട്ടില്ല. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു സോഷ്യൽ സെക്യൂരിറ്റി തന്നിട്ടുണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മൾ എടുത്തു പ്ലസ് 100 എടുത്തു. ഇനി അടുത്തത് പെൻഷൻ. പെൻഷൻ നമുക്ക് ഇവിടെ തന്നിട്ടില്ല, പെൻഷൻ ഇസ് നോട്ട് ബീയിങ് ഗിവൺ. അപ്പൊ നമ്മൾ പെൻഷൻ എടുത്തില്ല. ഓക്കെ, അപ്പൊ ആ ഒരു സെറ്റ് കഴിഞ്ഞു. കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് നമ്മൾ കണ്ടു, 2100 നമുക്ക് കിട്ടി. ഇത് സെക്കൻഡ് വൺ ഇസ് ഓപ്പറേറ്റിംഗ് സർപ്ലസ്. റെന്റ് തന്നിട്ടുണ്ടോ? നമുക്ക് റെന്റ് ഇസ് ബീയിങ് ഗിവൺ അല്ലെ, റെന്റ് നമുക്ക് ഡയറക്റ്റ് ആയി തന്നിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെ റെന്റ് എടുത്തു, 300 എടുത്തു. നൗ കംസ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് 300 എടുത്തു. നൗ പ്രോഫിറ്റ്. പ്രോഫിറ്റ് തന്നിട്ടില്ലെങ്കിൽ അത് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഫോർമുലയാണ് റീറ്റെയിൻഡ് ഏർണിംഗ് പ്ലസ് ഡിവിഡൻഡ് പ്ലസ് കോർപ്പറേഷൻ ടാക്സ്. അപ്പൊ നമ്മൾ നോക്കുക, റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, ഉണ്ട്, അതാ 10 കിടക്കണു അല്ലെ. റീറ്റെയിൻഡ് ഏർണിംഗ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് ഡിവിഡൻഡ് തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് കോർപ്പറേഷൻ ടാക്സും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്.
ഇനി മിക്സഡ് ഇൻകം ഓഫ് സെൽഫ് എംപ്ലോയിഡ് തന്നിട്ടുണ്ടോ? നമുക്ക് തന്നിട്ടില്ല. അപ്പം രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇതെല്ലാം നമുക്കൊന്ന് ആഡ് ചെയ്യാം. സോ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 2100 പ്ലസ് 300 പ്ലസ് 300 പ്ലസ് 10 പ്ലസ് 60 പ്ലസ് 30 ആണ് വരുന്നത്. സോ വി ഹാവ് ടു കമ്പ്യൂട്ട് ഇറ്റ്. നമ്മളത് ചെയ്യുന്ന സമയത്ത് 2100 പ്ലസ് 300 പ്ലസ് 300 പ്ലസ് 10 പ്ലസ് 60 പ്ലസ് 30 which will give you the answer 2800. സപ്പോസ് നമ്മളോട് പറയാണ്, സോ 2800 ക്രോർ ആണ്. സപ്പോസ് നമ്മളോട് പറയാണ്, സി നിങ്ങളോട് നാഷണൽ ഇൻകം ആണ് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ അവിടെ നമ്മൾ എന്താ NNPFC ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ നമ്മൾ ഇൻകം മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് ഔട്ട്പുട്ട് ആയി കിട്ടുന്നത്? ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് അല്ലെ. നമുക്ക് ഇവിടെ ഔട്ട്കം ആയി കിട്ടുന്നത് NDPFC ആണ്. ഇൻകം മെത്തേഡിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ഔട്ട്കം ആയി കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ NDPFC ആണ് വരുന്നത്. സോ എന്നും ഡിയും. അപ്പൊ എന്നും ഡിയും എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ വീണ്ടും എഴുതാം. GN ഈക്വൽസ് DE ആണ്. ദെൻ GONA ഈക്വൽസ് NFIA ആണ്. ദെൻ MF ഈക്വൽസ് NIT ആണ്. സോ ഇവിടെ എമ്മിന്റെ മുകളിൽ ടിക്ക്, NAയുടെ മുകളിൽ ടിക്ക് ആൻഡ് ജിയുടെ മുകളിൽ ടിക്ക്. സോ ഇവിടെ N ഒരു ചേഞ്ചും ഇല്ല, എന്നും ഡിയും ആണ് ചേഞ്ച്. സോ NFIA ആണ് വരുന്നത്. ഇനി NFIA വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഇതാണ്, വലുതാണ് അല്ലെ. സോ പ്ലസ് ഇട്ടു. സോ NDPFC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് 2800 ആണ് കിട്ടിയത്. NFIA എന്ന് പറഞ്ഞാൽ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. ആ സാധനം നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? ഇല്ല. സോ 0 ആണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് 2800 ആണ്. സോ ഞാൻ പറഞ്ഞില്ലേ വളരെ ഈസി ആണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട്, ഈ ഒരു ഇൻകം മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ. പ്രൊഡക്റ്റ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ് ആണ് വെരി ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഔട്ട്പുട്ട്, സെയിൽസ് പ്ലസ് ചേഞ്ച് ഇൻ സ്റ്റോക്ക്, ചേഞ്ച് ഇൻ സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്, വാല്യൂ ആഡഡ്, വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് നമ്മൾ ആദ്യം കാണുന്നു, വാല്യൂ ആഡഡ് ചേഞ്ച് സ്റ്റോക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നു, ദെൻ ഗോ ഫോർ വാല്യൂ ആഡഡ്. അത് കഴിഞ്ഞിട്ട് വെരി നെക്സ്റ്റ് മെത്തേഡ് ഇസ് ദ ഇൻകം മെത്തേഡ്. ഇൻകം മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് വേജസ് ആൻഡ് സാലറി പേയ്മെന്റ് ഇൻ കൈൻഡ്, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു സോഷ്യൽ സെക്യൂരിറ്റി സ്കീം, പെൻഷൻ വരും. ഓപ്പറേറ്റിംഗ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, റോയാലിറ്റി ആണ്. ദെൻ കംസ് മിക്സഡ് ഇൻകം ഓഫ് സെൽഫ് എംപ്ലോയിഡ്. പ്രോഫിറ്റ് തന്നിട്ടില്ലെങ്കിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള വഴി റീറ്റെയിൻഡ് ഏർണിംഗ്, ഡിവിഡൻഡ്, കോർപ്പറേഷൻ ടാക്സ് ആണ് വരുന്നത്. Now come the last method, that is the third method, which is called as the expenditure method. So expenditure method നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് GDPMP ആണ്. സോ ഇവിടെ GDPMP നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഫോർമുലയാണ്. പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഗവൺമെന്റ് ഫൈനൽ കൺസംഷൻ. പ്രത്യേകിച്ച് 3 ഫോർമുല അങ്ങനെയൊന്നുമില്ല. ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ പ്ലസ് നെറ്റ് എക്സ്പോർട്സ്. അതേപോലെ തന്നെ നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യും? ഇമ്പോർട്ട്സ് ആണെങ്കിൽ നെറ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ആണ്. നെറ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ആണ് വരുന്നത്. അപ്പൊ അതിൽ പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, നെറ്റ് ഡൊമസ്റ്റിക് ഫിക്സഡ് ക്യാപിറ്റൽ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇവിടെ വരുന്നത്? നമുക്ക് നെറ്റ് ഡൊമസ്റ്റിക് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ വരും. നെറ്റ് ഡൊമസ്റ്റിക് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ പ്ലസ് ചേഞ്ച് ഇൻ സ്റ്റോക്ക്. ഇനി ഇമ്പോർട്ട് ആണെങ്കിൽ ഞാൻ ജനറൽ ആയിട്ടുള്ള ഫോർമുലയാണ് എഴുതുന്നത്, മൈനസ് നെറ്റ് ഇമ്പോർട്ട്സ് ആണ് വരുന്നത്. സോ ഇതാണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ മെത്തേഡിന്റെ ഫോർമുല. GDPMP ആണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. സോ അതിന്റെ ഫോർമുല പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഗവൺമെന്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ പ്ലസ് നെറ്റ് എക്സ്പോർട്സ് പ്ലസ് നെറ്റ് ഡൊമസ്റ്റിക് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ പ്ലസ് ചേഞ്ച് ഇൻ സ്റ്റോക്ക് മൈനസ് നെറ്റ് ഇമ്പോർട്ട്സ് ആണ് വരുന്നത്. ഇനി ചിലപ്പോൾ നമുക്ക് ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ തന്നിരിക്കില്ല. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഗ്രോസ് ഡൊമസ്റ്റിക് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ പ്ലസ് ചേഞ്ച് ഇൻ സ്റ്റോക്ക് ആണ്. ഗ്രോസ് ഡൊമസ്റ്റിക് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ പ്ലസ് ചേഞ്ച് ഇൻ സ്റ്റോക്ക് ആണ്. ഇനി നമ്മുടെ എക്സ്പെൻഡിച്ചർ മെത്തേഡില് ചേഞ്ച് ഇൻ സ്റ്റോക്കിന് വേറൊരു പേരിലും കൂടെ അറിയപ്പെടാറുണ്ട്, ഇൻവെന്ററി ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെന്ററി
ഇൻവെസ്റ്റ്മെന്റ് എന്നും എന്ത് ചെയ്യാറുണ്ട് ഇതിനെ അറിയപ്പെടാറുണ്ട്. അപ്പൊ എക്സ്പെൻഡിച്ചർ മെത്തേഡ് നമ്മൾ ചെയ്യുമ്പോൾ GDP-MP ആണ് നമുക്ക് കിട്ടുന്നത്. പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ, നെറ്റ് എക്സ്പോർട്സ്, നെറ്റ് ഡൊമസ്റ്റിക് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ, ചേഞ്ച് ഇൻ സ്റ്റോക്ക് മൈനസ് നെറ്റ് ഇമ്പോർട്ട്സ്. ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് സപ്പോസ് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ പ്ലസ് ചേഞ്ച് ഇൻ സ്റ്റോക്ക് ആണ്. അതേപോലെ തന്നെ ഈ ഒരു മെത്തേഡിന്റെ അകത്ത് നമ്മൾ ചേഞ്ച് ഇൻ സ്റ്റോക്കിനെ ഇൻവെന്ററി ഇൻവെസ്റ്റ്മെന്റ് എന്നും പോസ്റ്റുലേറ്റ് ചെയ്യാറുണ്ട്. സോ നൗ നമ്മൾ പോകുമ്പോൾ ഗവൺമെന്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ പറയുന്ന 150, പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറിനെ 750, ഡിപ്രിസിയേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 150 ആണ്, നെറ്റ് ഇൻഡയറക്ട് ടാക്സ് നമുക്ക് തന്നിട്ടുണ്ട് 120 ആണ്, NFIA നമ്മൾ തന്നിട്ടുണ്ട് 20 ആണ്, നെറ്റ് ഡൊമസ്റ്റിക് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ 220 ആണ്, ചേഞ്ച് ഇൻ സ്റ്റോക്ക് എന്ന് പറയുന്നത് -20 ആണ്, അതേപോലെ നെറ്റ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് 50 ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ബേസിസിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് കമ്പ്യൂട്ട് ചെയ്യാം മറ്റു സ്റ്റെപ്പ് തന്നെ. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് GDP-MP ആണ് കിട്ടുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നു പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഉണ്ടോ, ഉണ്ട്, നമുക്ക് തന്നിട്ടുണ്ട് 750. അപ്പൊ നമ്മൾ 750 എഴുതി. പ്ലസ് ഗവൺമെന്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ടോ, ഉണ്ട്, 150. പ്ലസ് ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ നമുക്ക് തന്നിട്ടുണ്ടോ, ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ നമുക്ക് തന്നിട്ടില്ല. അപ്പൊ ലെറ്റ് ഇറ്റ് ബി ദർ. നെറ്റ് എക്സ്പോർട്സ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടോ, നെറ്റ് എക്സ്പോർട്സും നമുക്ക് ഇവിടെ തന്നിട്ടില്ല. നെറ്റ് ഡൊമസ്റ്റിക് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ തന്നിട്ടുണ്ടോ, തന്നിട്ടുണ്ട്, നമുക്ക് 220 ആയിട്ട് തന്നിട്ടുണ്ട്. നൗ അത് നമ്മൾ എടുത്തു. ദെൻ ചേഞ്ച് ഇൻ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് -20. നൗ മൈനസ് നെറ്റ് ഇമ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ -50 ആണ് വരുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഫാക്ടേഴ്സ്, NIT, NFIA. ഇനി നമുക്ക് ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, ഡിപ്രിസിയേഷൻ ഒക്കെ. ബാക്കിയുള്ള എല്ലാ കമ്പോണൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ എടുത്തിട്ടുണ്ട്. സോ 750 + 150 + 220 + -20 -50 ഇത്രയും കാര്യങ്ങൾ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ വെച്ചിട്ട് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യാൻ പോവാണ്. സോ 750 + 150 + 220 -20 -50. സോ ഇവിടെ നമുക്ക് 1050 എന്ന് കിട്ടി. നൗ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്, നമ്മളോട് നാഷണൽ ഇൻകം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, നമ്മളവിടെ NNPFC കണ്ടുപിടിക്കുന്നു. അപ്പൊ NNPFC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ GDP-MP-യിൽ നിന്നുമാണ് നമ്മൾ അത് കണ്ടുപിടിക്കുന്നത്. സോ ഓരോരോ ആൽഫബറ്റുകളായിട്ടാണ് നമ്മൾ അതിനെ പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. G ഉണ്ട്, N ഉണ്ട്. GN വരുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ഫാക്ടർ ഡിപ്രിസിയേഷൻ ആണ്. നമ്മൾ ജിയുടെ മുകളിലാണ് ടിക്ക് ഇട്ടത്, വിച്ച് മീൻസ് വലുത് G ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കുഞ്ഞിയാണ്, അപ്പൊ മൈനസ് ഇട്ടു. നൗ കംസ് N and D. N and D വരുമ്പം NFIA ആണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വലുതാ, അപ്പൊ നമ്മൾ ഇവിടെ പ്ലസ് ഇട്ടു. FCMP, സോ കണ്ടുപിടിക്കേണ്ടത് ചെറുതാണ്, NIT, മൈനസ് ഇട്ടു. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ജസ്റ്റ് വി ആർ ഗോയിങ് ഫോർ ദ കമ്പ്യൂട്ടേഷൻ പ്രോസസ് ഇൻഡയറക്ട്ലി. അപ്പൊ നമുക്ക് ഇവിടെ GDP-MP എന്ന് പറഞ്ഞാൽ 1050 ആണ്, മൈനസ് ഡെപ്രിസിയേഷൻ എന്ന് പറയുന്നത് 150 ആണ് വരുന്നത് ഡിപ്രിസിയേഷൻ. സോ നമ്മൾ എന്ത് ചെയ്തു, 150 അവിടെ ഇട്ട് കൊടുത്തു. ഡിപ്രിസിയേഷൻ 150 ആണ്. GN വരുമ്പോൾ ഡിപ്രിസിയേഷൻ മൈനസ്. ഇനി NFIA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് 20 ആണ് വരുന്നത്. അവ 20 എടുത്തു. ഇനി അടുത്തത് മൈനസ് NIT. അപ്പൊ മൈനസ് NIT പറഞ്ഞാൽ ഇൻഡയറക്ട് ടാക്സസ് മൈനസ് സബ്സിഡീസ് ആണ്. സോ ഇവിടെ നമുക്ക് ഇൻഡയറക്ട് NIT ഇവിടെ തന്നിട്ടുണ്ട്. NIT ഇസ് ബീങ് ഗിവൺ ആസ് 120. അപ്പൊ 120 നമ്മൾ അവിടെ എടുത്തു. അപ്പൊ എല്ലാ കമ്പോണൻസും നമ്മൾ അവിടെ പോസ്റ്റുലേറ്റ് ചെയ്തു. സോ ഇവിടെ വരുന്ന സമയത്ത് 1050 മൈനസ് 150 പ്ലസ് 20 മൈനസ് 120. So the right answer is 800 crore rupees. 800 crore ആണ്
വരുന്നത്. സോ ഇവിടെ നമ്മൾ ബേസിക്കലി ചെയ്യുന്ന കമ്പോണന്റ് അല്ലെങ്കിൽ ബേസിക്കലി ചെയ്യുന്ന ഫാക്ടർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോർമുല ഉണ്ട്, ആ ഫോർമുല വെച്ചിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ കമ്പ്യൂട്ടേഷണൽ സ്ട്രാറ്റജിയിലേക്ക് പോവാണ്. അതിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് GDP-MP കിട്ടി. GDP-MP നമ്മൾ NNP-FC, ജിയും എന്നും വരുന്ന സമയത്ത് ഡിപ്രിസിയേഷൻ ആണ് വരുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കുഞ്ഞിയാണ്, അപ്പൊ -2. ഇനി എന്നും ഡിയും വരുന്ന സമയത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വലുതാണ്, അഡ്ജസ്റ്റ്മെന്റ് ഫാക്ടർ NFI ആണ്, +2. FM വരുന്ന സമയത്ത് F കുഞ്ഞിയാണ്, അപ്പൊ -NIT2. ആൻഡ് ജസ്റ്റ് വി ആർ ഗോയിങ് ഫോർ ദ പോസ്റ്റേജ്. ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ നാഷണൽ ഇൻകം എസ്റ്റിമേഷനിൽ. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു, ഇവിടെ കുറച്ച് ഫോർമുലയാ പഠിച്ചത്. GN = D, DONA = NFIA, MF = NIT. അത് വെച്ച് നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്തു. അടുത്ത് നമ്മൾ ചോദിക്കുന്നത് GDP ഡിഫ്ലേറ്റർ. GDP ഡിഫ്ലേറ്റർ എങ്ങനെയാ കാണുക, നോമിനൽ GDP by real GDP into 100. നോമിനൽ GDP എന്ന് പറഞ്ഞാൽ കറണ്ട്, റിയൽ GDP is base. അടുത്ത നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ഐറ്റംസ് പഠിക്കും. നെക്സ്റ്റ് കംസ് പ്രൊഡക്റ്റ് വാല്യൂ മെത്തേഡ്, വാല്യൂ ഓഫ് ഔട്ട്പുട്ട്, ചേഞ്ച് ഇൻ സ്റ്റോക്ക്, വാല്യൂ ആഡഡ് നമ്മൾ കണ്ടുപിടിച്ചു. ചെയ്യുമ്പോൾ GDP-MP ആണ് നമുക്ക് കിട്ടുന്നത്. Very next method is the income method. അവിടെ വരുന്ന compensation of employees wages and salary payment in kind, employees contribution to social security, pension on retirement. Next one is operating surplus. Third one mixed income of a self-employed. Profit compute ചെയ്യാനുള്ള formula retained earning, dividend, corporation tax ആണ്. അടുത്തത് expenditure method. Expenditure method compute ചെയ്യാനുള്ള formula private final consumption expenditure, government final consumption expenditure, GDS, net exports, net domestic fixed capital formation, change in stock, net imports. ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, we are going for expenditure. ഇത്രയും മാത്രമാണ് നമ്മുടെ നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ എന്ന് പറയുന്നതിൽ വരുന്നത്. നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. കാരണം അത്രത്തോളം ഒരു ഹെക്ടിസിറ്റി ഇല്ല. നമ്മൾ കുറച്ച് ഫോർമുല പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ